ഞാനിന്നൊരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ നെല്ലിക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കളർ ചേഞ്ച്, ചെറിയ രീതിയിലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഹോസ്പിറ്റലൊക്കെ പോയ കാരണം അങ്ങനെ ഉണ്ടാക്കാൻ ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്ന് ചതച്ചെടുക്കും. ഇടികല്ലിൽ വെച്ചൊന്ന് ചതച്ചിട്ട് ഇതിൻ്റെ അകത്തെ കുരു കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഇതാ ചതച്ചെടുത്തിട്ടുണ്ടേ. കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ ആദ്യം കഴുകിയതിന് ശേഷം വേണം ചതയ്ക്കാൻ. ചതച്ചിട്ട് കഴുകരുത്, അതറിയാമല്ലോ. ഇനി നമുക്ക് ചട്ടി അടുപ്പ് വയ്ക്കാം. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി വെച്ചു, സ്റ്റവ് ഓണാക്കി. നല്ലെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആ കൂടെ പച്ചമുളകും കുറേശ്ശെ മതി, എല്ലാം കുറേശ്ശെ. അതൊരു 1/2 കിലോ നെല്ലിക്കയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ 2 ഉണ്ട വെളുത്തുള്ളി എടുത്തേക്കണത്. 2 ഉണ്ട വെളുത്തുള്ളി, ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ ഒരു 5 പച്ചമുളകും. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒത്തിരി നേരം വഴറ്റണ്ട, ഇതിന് നെല്ലിക്കയും ആയിട്ട് വേവാനുള്ളതാണ്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ, ഒത്തിരി വഴറ്റണ്ട. അച്ചാറിനാകുമ്പം ഇനി ഈ കൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ആദ്യമേ കറിവേപ്പില ഇടാമായിരുന്നു, അതിട്ടില്ല. ഇപ്പം ഇട്ടാലും മതിയാവും. കറിവേപ്പില അച്ചാറിനാകുമ്പോൾ ഒത്തിരി വേണ്ടല്ലോ. കറിവേപ്പില ഇട്ടു. ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത്. നെല്ലിക്ക ഇട്ടു. അതൊന്ന് വാടി വരട്ടെ. നെല്ലിക്ക ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു 1/2 കപ്പ് ശർക്കര പാനിയാക്കിയതാണ് ഒഴിച്ചു കൊടുക്കണത്. ശർക്കരപ്പാനി ഒഴിച്ചു. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചത്. ഇനി ഒരു 2 കപ്പ് ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ. തിളപ്പിച്ച വെള്ളം ചൂടോടുകൂടി ഒഴിച്ചു. 2 കപ്പ് വേണ്ട, സോറി, 1 കപ്പ് ഒഴിച്ചാൽ മതിയാവും. 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇടയ്ക്കൊന്ന് നോക്കണം, എന്നിട്ട് അളവനുസരിച്ച് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ. നെല്ലിക്ക പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇച്ചിരി കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു.
എല്ലാം കൂടി കിടന്ന് ഒന്നുകൂടി വെന്ത് ഞാൻ ഇടയ്ക്ക് ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇടണം. മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ച് പറ്റി നന്നായി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്ടിയിൽ തന്നെ വേവിക്കണം. അതുപോലെ തന്നെ ആദ്യമേ തിളച്ച് കഴിയുമ്പോൾ തന്നെ സിമ്മിലിടണം. ആ കാര്യം മറക്കരുത്. സിമ്മിലിട്ട് തന്നെ വേവിച്ച് പറ്റിച്ചെടുക്കണം. നല്ലൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.